ന്യൂസിലൻഡ് ആദ്യ T20 ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അഭിഷേക് ശർമ്മ പറഞ്ഞ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരിക്കുന്നത്. ഇപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചതിന് പിന്നാലെ അഭിഷേക് ശർമ്മ നടത്തിയ പ്രസ്താവനയാണ് ട്രെൻഡിങ് ആയിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യ 238 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. ഇതിൽ അഭിഷേക് ശർമ്മ 84 റൺസെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറുപടി ബാറ്റിങ്ങിന് ന്യൂസിലൻഡിന് 190 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചു. 48 റൺസിനാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങി അഭിഷേക് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുന്നിൽ ഒരു ലക്ഷ്യമുള്ളൂ, അത് T20 ലോകകപ്പ് ആണ്. ഇന്നലെ സെഞ്ചുറി അടിക്കാമായിരുന്നു, പക്ഷേ എനിക്ക് അതിന് സാധിച്ചില്ല. എങ്കിലും ഞാൻ സന്തുഷ്ടനാണ്. ടീമിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, അധികം സന്തോഷമുണ്ട്. ഈ അവാർഡ് ഞാൻ മറ്റൊരാൾക്ക് സമർപ്പിക്കുന്നു. മറ്റാരുമല്ല, സഞ്ജു സാംസനാണ്. സഞ്ജുവിൻ്റെ ഒപ്പം എന്നൊക്കെ ഓപ്പണിംഗ് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ അന്നൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സഞ്ജുവിൻ്റെ കൂടെയുള്ള ഓപ്പണിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം സഞ്ജു സാംസൺ വളരെ സീനിയർ താരമാണ്. സഞ്ജുവിൻ്റെ ഉപദേശങ്ങൾ കേട്ട് എൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ എനിക്ക് സാധിക്കും. എനിക്കൊപ്പം വേറെ ആരും ഓപ്പൺ ചെയ്താലും ആ ഒരു പിന്തുണ എനിക്ക് ലഭിക്കില്ല. അതിന് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഞാൻ സഞ്ജുവിനെ അറിയിക്കുന്നു. ഈ കോംബോനെ കുറിച്ച് അറിയാവുന്നത് കോച്ച് ഗൗതം ഗംഭീറിനാണ്. അതുകൊണ്ടാണ് സഞ്ജുവിന് വേണ്ടി ഇത്ര വാശി പിടിച്ചത്. ഇനി ലോകകപ്പിലും ഇവർ തന്നെയായിരിക്കും ഓപ്പണിങ്. സഞ്ജുവിന് ഫോം ആവാൻ സാധിച്ചില്ല, പക്ഷേ അടുത്ത കളി ഇന്നാണ്. ആ കളിയിൽ സഞ്ജു തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.